السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇസ്ലാമിക ചരിത്രത്താളുകൾ കണ്ണോടിച്ചു നോക്കിയാൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരുപാട് നാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ദീൻ സ്വീകരിക്കുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം പ്രണയിക്കുകയും ചെയ്ത ആശിഖുർ റസൂലായ ഒരു സ്വഹാബി വര്യരുടെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി തൂക്കിലേറ്റപ്പെട്ട് ധീര രക്തസാക്ഷിത്വം വരിച്ച ഒരു യോദ്ധാവിന്റെ കഥ. ബദറിൽ വെച്ച് ശത്രു സൈന്യത്തിന്റെ മേധാവിയായിരുന്ന ഫാരിസിയെ വധിച്ചതിന് ശത്രുക്കൾ തങ്ങളുടെ പ്രതികാരം ഉടലെടുത്ത കഥ. അതെ, ഞങ്ങളുടെ കഥയുടെ പേര് തൂക്കിലേറ്റപ്പെട്ട ധീര സ്വഹാബി. ആരാണത്? ഹുബൈബ് റളിയല്ലാഹു അൻഹു. ബിസ്മിൽ ഹംദിൽ സ്വലാത്തിൽ തുടങ്ങിടുന്നേ സത്യദീനി ചരിതമൊന്ന് പറഞ്ഞിടുന്നേ. കഷ്ടതകൾ വേദനകൾ സഹിച്ചവരാം അടിയുറച്ച തൗഹീദിന്റെ പൊരുൾ പറയാം. അന്ന് ആ മദീനയിൽ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരരും ആ മസ്ജിദ് നബവിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ ഹബീബിന്റെ അധരങ്ങളിൽ നിന്ന് മുതിർന്നു വീഴുകയെല്ലാം തങ്ങളുടെ കർണപുടങ്ങളിലൂടെ ഹൃദയാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ലയിച്ചിരിക്കുകയാണ് സ്വഹാബത്ത്. ഒരു പക്ഷി വന്നിരുന്നാൽ പോലും അറിയാത്ത അവസ്ഥ. പെട്ടെന്ന് ആരാണോ കണ്ടിട്ട് മക്കാരാണോ തോന്നുന്നു. അവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മന്ദം വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ വിശുദ്ധ ദീൻ സ്വീകരിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, സന്തോഷം. ഞങ്ങൾ വിശുദ്ധ ദീൻ സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ അറിയണം, അതിന്റെ പാഠ്യങ്ങൾ അവരിച്ചറിയണം. അതിന് വേണ്ടി അങ്ങയുടെ അനുചരിൽ നിന്നും അല്പം പേരെ ഞങ്ങളോട് കൂടെ പറഞ്ഞയക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബായ തങ്ങൾ തന്റെ അനുചരിൽ നിന്നും പ്രഗത്ഭരായ കുറച്ചു പേരെ അവരോട് കൂടെ പറഞ്ഞയക്കുകയാണ്. ആ സമയത്ത് അതിലൊരു ചതിയുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ കഥാനായകൻ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചതി? ആ കൊടും കുഫാറുകൾ കുതന്ത്രശാലികളായ ചതിക്കണി ഒരുക്കിയിരുന്നു. എന്താണ് ആ ചതി? നമുക്കൊന്ന് നോക്കാം. സൗഹാർദ്ദമെന്നോതി ആറ്റൽ നബിയോടെ സന്നിധി വിട്ടാക പോകുന്നു. സത്യമാം ദീനിന്റെ പാത തേടിയോർ സൈന്യത്തിൽ ധീരത കാട്ടുന്നു. യുദ്ധത്തിൻ വാഗ്ദാനം വാങ്ങിയും അവർ ജ്ഞാനത്തിൽ ഹേതുവും കോറുന്നു. ആറ്റൽ സ്വഹാബാരെ ഏറെ ദ്രോഹവും ചെയ്യാനായി കൽബകം വെമ്പുന്നു. വിശുദ്ധ ഖുർആനിന്റെ പേരിൽ പച്ചക്കള്ള കെട്ടിച്ചമച്ചുകൊണ്ട് ആ കൊടുംകുഫാറുകൾ അതാ സ്വഹാബത്തിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ മക്കയിലേക്ക് പോകുന്ന വഴിമധ്യേ സ്വഹാബത്ത് അന്താളിച്ചു പോയി. വെറും അങ്കുലി പരിമിതരായ സ്വഹാബത്ത് കാണുന്നത് 200-ൽ പരം സർവായുധ സജ്ജരായ ശത്രുക്കളെയാണ്. അവർ ഞെട്ടി തൊട്ടടുത്തുള്ള മലയുടെ അരികിലേക്ക് രക്ഷ നേടാൻ വേണ്ടി പോയി. പക്ഷേ കുഫാറുകൾ വിട്ടില്ല. അവരെല്ലാം പിടിച്ചു കൊണ്ടുവന്നു. നിഷ്ഠൂരം അവിടെ വെച്ച് ക്രൂരമായി വധിച്ചു. പക്ഷേ നമ്മുടെ ഹുബൈബ് റളിയല്ലാഹു അൻഹു അവർ വധിച്ചില്ല. മറിച്ച് ഹുബൈബ് തങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. അവസാനം ഫാരിസിയുടെ മക്കൾക്ക് വിൽക്കുകയാണ്. സ്വഹാബിയുടെ ദൈവിക ഭക്തി കണ്ട ശത്രുക്കൾ സ്വഹാബിയെ ഒരു മുറിയുടെ ഉള്ളിലേക്ക് അടയ്ക്കുകയാണ്. അവിടെ സുന്ദരിയായ സുമുഖരിയായ എല്ലാം ഉദയങ്ങളായ അങ്കലാവണ്യമുടകളായ ഒരു പെൺകുട്ടിയെ പറഞ്ഞയച്ചു. പക്ഷേ തെന്നിലുള്ള തൗഹീദിന്റെ ഈമാനിന്റെ കണികൾക്ക് തെല്ലും കോട്ടം തട്ടാൻ ഹുബൈബ് തങ്ങൾ സമ്മതിച്ചില്ല. തെന്നിലുള്ള നന്മയെ വർദ്ധിക്കാനോ തെന്നിൽ എവിടെ നിന്നോ പുതിയൊരു തിന്മയെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാതെ ഹുബൈബ് റളിയല്ലാഹു അല്ലാഹ് എന്ന് കരുതിക്കൊണ്ട് അല്ലാഹുവിലേക്കെല്ലാം അർപ്പിച്ചുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു റൂമിൽ കഴിയുകയാണ്. ഒരു ദിവസം ശത്രുക്കൾ വന്ന് കതക് തുറന്നപ്പോൾ കാണുന്നത് തന്റേതായിട്ട് ഇബാദത്തോട് കൂടി കഴിയുന്ന ഹുബൈബ് തങ്ങളെയാണ്. ഈ സമയത്ത് ശത്രുക്കൾ ഹുബൈബ് തങ്ങളോട് പറഞ്ഞു, ഹുബൈബേ, അഴകിന്റെ ഒളിയുള്ള യുവാവാണ് ഹുബൈബേ, നീ
നിനക്കു വേണ്ടി നിന്റെ പുതു പ്രസ്ഥാനവും വിട്ട് പിരിഞ്ഞിടണേ. നിനക്കുള്ള കൊല്ലുമാശ ഇവിടമിൽ തീർത്തിടുന്നു. മുഹമ്മദിൻ തിരുമാർഗം വെടിഞ്ഞിടണേ. നീയെ കരുണയാം തിരുവാക്യം ഇതും കേൾക്കണേ. നീ സുന്ദരനാണ്, നീ സുമുഖനാണ്, നീ എല്ലാം തികഞ്ഞവൻ തന്നെ. പക്ഷേ നിന്നെ വധിക്കാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിന്നെ വധിക്കാൻ വേണ്ടി വളരെ ആർത്തിയോടെ നടക്കുന്ന ജനങ്ങളൊന്നുമല്ല ഞങ്ങൾ. പക്ഷേ നിന്നോട് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. നീ മുഹമ്മദിന്റെ മതം വിടുക. ആ മുഹമ്മദിനെ ഒന്ന് ചീത്ത വിളിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചു. കോപം കൊണ്ടവരോട് പറഞ്ഞു, എടാ ദുഷ്ട, നിങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ ഹബീബിനെ ചീത്ത വിളിക്കാനോ? ആ ഹബീബിന്റെ കാലിലേക്ക് ഒരു മുള്ള് തറക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഹുബൈബ് എന്നെ തൂക്കിലേറ്റി കൊന്നോളൂ, എനിക്ക് കുഴപ്പമില്ല. ആ ഹബീബ് പറഞ്ഞു തന്ന പാഠ്യമാക്കി തന്ന വിശുദ്ധ ഇസ്ലാമിനെ പിരിയാൻ ഇല്ല. ഹുബൈബിന് അങ്ങനെ ചിന്തിക്കാൻ കൂടെ വയ്യ. തുടക്കത്തിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു താനെടുത്ത അടിയുറച്ച തൗഹീദ് എന്ന് തെല്ലും പിറകോട്ടേക്കില്ല എന്നറിഞ്ഞ ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി, ശത്രുക്കൾ എല്ലാവരും വന്നു, എല്ലാവരും ചുറ്റും നിൽക്കുകയാണ്. ഹുബൈബ് തങ്ങൾ എല്ലാവരും വീക്ഷിച്ചു. എന്താണ് ആ കാണുന്നത്? ഹുബൈബ് തങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ നോക്കുന്നത്? ആ ഹുബൈബ് തങ്ങളുടെ ചുണ്ടിൽ എന്തെങ്കിലും അരക്കങ്ങളുണ്ടോ? ആ തൊണ്ട ഇടറുന്നുണ്ടോ? ഹുബൈബ് എടുത്ത നിലപാടിൽ എല്ലാം പിറകോട്ടേക്കുണ്ടോ? ഇല്ല, അവരൊന്നും കണ്ടില്ല. അപ്പോൾ ഹുബൈബ് തങ്ങളോട് ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബ് തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി നിനക്ക് രക്ഷയില്ല. നിനക്ക് ഇനി വിധി മരണമാണ്. നീ തൂക്കിലേറ്റപ്പെടാൻ പോവുകയാണ്. നിനക്ക് എന്തെങ്കിലും ഒടുവിലെത്തി ആഗ്രഹമുണ്ടോ? മൗത്തിന്റെ മുമ്പ് മോഹവുമുണ്ട്. അഹദായവനിൽ സുജൂദിൽ വീഴാൻ അസ്റായീലുടനെത്തും. നാദായ സ്വലാത്തും പുന്നാര നബിയിൽ ചേർത്തിടണേ. പുന്നാര നബിയിൽ ചേർത്തിടണേ. ഉണ്ട്, ഈ ഹുബൈബിന് ഒടുവിലൊരു ആഗ്രഹമുണ്ട്. ഈ ഹുബൈബിന് ഒരു ആഗ്രഹം പറയാനുണ്ട്. എന്റെ റബ്ബിന് വേണ്ടി എനിക്കൊന്ന് അവസാനമായി 2 റക്അത്ത് സുജൂദ് നിസ്കരിക്കണം. എനിക്കൊന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ആ റബ്ബിന് വേണ്ടി എനിക്കൊന്ന് സുജൂദ് ചെയ്യണം. മരമുനകി എന്റെ റബ്ബിനോട് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അവർ സമ്മതം കൊടുത്തു. ഹുബൈബ് തങ്ങൾ അതാ നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞു. ദുആ ചെയ്ത തമ്പുരാനെ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്. ഞാൻ എന്റെ അരികിലേക്ക് വരികയാണ്. നിന്റെ ഇസ്ലാം എന്ന ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെ പടച്ചോനെ, എന്റെ സ്വലാത്തിനെ എന്റെ ഹബീബിന്റെ അരികിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു. കൂടുതൽ സമയമൊന്നും ശത്രുക്കൾ കൊടുത്തില്ല. ഹുബൈബ് തങ്ങളെ പിടിച്ചു കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധമായ സത്യത്തിൽ അടിയുറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, വിശുദ്ധമായ സത്യം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധമായ സത്യമാണ് നമ്മുടെ നിലപാടെങ്കിൽ അവിടെ അവഗണനകളും അവഹേളനങ്ങളും പരിഹാസങ്ങളും മാത്രമേ ഉണ്ടാവുകൂ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ മുന്നിലെ വലിയൊരു മാതൃകയാണ് അദ്ദേഹം. അതുകൊണ്ട് സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. അവിടെ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഹുബൈബോരുടെ ചരിതമോദി കൽബിലേറ്റം നൊമ്പരമായി പരിസമാപ്തി കുറിക്കയായി സലാം ചൊല്ലുന്നു, സലാം ചൊല്ലുന്നു. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.